പാമ്പുകൾക്ക് മാളമുണ്ട്, പറവകൾക്ക് ആകാശമുണ്ട്, മനുഷ്യപുത്രന് തലചായ്ക്കാൻ മണ്ണിലിടമില്ല. ഇത് വളരെ പ്രശസ്തമായ ഒരു നാടക ഗാനമാണ്. ഈ വരികൾ അന്നും ഇന്നും വളരെ അർത്ഥവത്തുമാണ്. എന്നാൽ കഴിഞ്ഞ കുറെ നാളായി കാണുന്നതും കേൾക്കുന്നതുമായ വാർത്തകൾ ശ്രദ്ധിച്ചാൽ തോന്നും പാമ്പുകൾക്ക് മാളങ്ങളിൽ താല്പര്യമില്ലെന്ന്. വേനലിന്റെ ചൂട് കൂടുന്നതാണ് പാമ്പുകളെല്ലാം കൂട്ടത്തോടെ മാളങ്ങൾ വിട്ട് പുറത്തു വരാൻ കാരണം. പുറത്തു വരുന്ന പാമ്പുകളെ നാട്ടുകാർ തല്ലിക്കൊല്ലുകയോ പിടികൂടി വനംവകുപ്പിനെ ഏൽപ്പിക്കുകയോ ആണ് പതിവ്. കഴിഞ്ഞ 2 മാസത്തിനിടെ നിരവധി പേരാണ് പാമ്പിന്റെ കടിയേറ്റ് മരണമടഞ്ഞതും ആശുപത്രികളിൽ ചികിത്സ തേടിയെത്തിയതും. മാളം വിട്ട് പുറത്തിറങ്ങുന്നതിൽ കൂടുതലും ഉഗ്രവിഷകാരികളായ മൂർഖനും അണലിയുമാണ്. രാത്രിയെന്നോ പകലെന്നോ വ്യത്യാസമില്ലാതെയാണ് പാമ്പുകൾ ആൾപെരുമാറ്റമുള്ള ഇടങ്ങളിൽ ഇര തേടിയും വെള്ളം കുടിക്കാനുമായി എത്തുന്നത്. ചൂട് കൂടിയതോടെ ഈർപ്പമുള്ള ഇടങ്ങൾ തേടിയെത്തുന്ന മൂർഖനും അണലിയുമെല്ലാം അലക്കുകല്ലിനരികിലും പാത്രം കഴുകുന്നിടത്തും വീടിന് ചുറ്റുമുള്ള ഈർപ്പമുള്ള സ്ഥലങ്ങളിലും ചുറ്റിയടിക്കുന്നതാണ് കൂടുതലായി അപകടങ്ങൾക്ക് കാരണമാകുന്നത്. കുട്ടികൾ മുതൽ പ്രായമായവർക്ക് വരെ കഴിഞ്ഞ ദിവസങ്ങളിൽ പാമ്പ് കടിയേറ്റിട്ടുണ്ട്. പാമ്പുകൾ പുറത്തിറങ്ങാൻ തുടങ്ങിയതോടെ വനം വകുപ്പ് ജീവനക്കാരനായ എൽത്തുരുത്ത് സ്വദേശി സേവ്യറിന് നിൽക്കാൻ നേരമില്ലാതെയായി. കഴിഞ്ഞ കുറച്ചു ദിവസങ്ങളായി ദിനം പ്രതി 8 മുതൽ 12 വരെ പാമ്പുകളെ പിടികൂടുന്നുണ്ട്. പകലെന്നോ രാത്രിയെന്നോ വ്യത്യാസമില്ലാതെയുള്ള ഓട്ടമാണ് ജില്ലയുടെ വിവിധ ഭാഗങ്ങളിലേക്കെന്ന് സേവ്യർ പറയുന്നു. ഇപ്പോൾ പാമ്പുകളുടെ ശല്യം ഭയങ്കര ശല്യമാണ്. പ്രത്യേകിച്ച് ഇപ്പോൾ ചൂടിൻ്റെ പ്രശ്നം, പിന്നെ വെള്ളത്തിൻ്റെ ഒരു ടൈറ്റ് എല്ലായിടത്തും ഉണ്ടെന്ന് പറയുന്നുണ്ട്. അപ്പോൾ പല വീടുകളിൽ നിന്ന് ഞാൻ പിടിക്കാൻ പോകുമ്പോൾ വെള്ളത്തിനോട് ചേർന്നുള്ള ഏരിയയിൽ നിന്നാണ് വെള്ളം കുടിക്കാൻ വരുമ്പോൾ വീട്ടുകാർ കാണുന്നു. അങ്ങനെ ഇവരെന്നെ വിളിക്കുന്നു. അപ്പോൾ ഒരു ഡെയിലി 10-12 കേസുകൾ, അതിൽ 2-3 കേസ് ഓട്ടോമാറ്റിക്കായിട്ട് മിസ്സിങ് ആവും. പക്ഷെ ഇന്നലത്തെ കളക്ഷൻ അതൊരു 8 എണ്ണം, അതിൽ 2 എണ്ണം മിസ്സിങ് ആയി. അപ്പോൾ ഈ പാമ്പുകളൊക്കെയും പിടിച്ച് നമ്മൾ കാട്ടിൽ വിടാണ്. പിന്നെ ഇപ്പോഴത്തെ ഒരു ലൊക്കേഷനിൽ മദ്രാസ് സ്നേക്ക് പാർക്കിൻ്റെ അവരുടെ റിപ്പോർട്ട് പ്രകാരം പാമ്പിന് ഇരിക്കാൻ ലൊക്കേഷൻ കുറഞ്ഞു എന്നാണ് പറയുന്നത്. അതായത് മണ്ണുമാന്തി, കാട് വെട്ടി അങ്ങനെ പ്രശ്നങ്ങൾ വരുമ്പോൾ പാമ്പുകളൊക്കെ നമ്മുടെ ബൗണ്ടറിയിലേക്ക് കയറാണ്. ഓട്ടോയിൽ പോയി നമ്മൾ പാമ്പിനെ പിടിച്ച് കഴിയുമ്പോൾ ഓട്ടോയുടെ കാശ് ആരും കൊടുക്കാനില്ല. അതിന് നമ്മൾ എന്തെങ്കിലും പറഞ്ഞിട്ടാണ് ഓട്ടോറിക്ഷ കാശ് കൊടുക്കുക. എല്ലാവർക്കും പാമ്പ് വന്നാൽ പിടിച്ചു പോകണം, വേറെ ഒരു ചിന്തയില്ല. പക്ഷെ ഒരു പാമ്പ് കടിച്ചു കഴിഞ്ഞാൽ 3-4 ലക്ഷം രൂപ ചെലവ്. നമുക്കിവിടെ ഏറ്റവും അപകടകാരിയായ പാമ്പ് റസിൽ സ്വൈപ്പറാണ്, അണലി. ഹീമോടോക്സിക് ആണ് അത് കടിച്ചു കഴിഞ്ഞാൽ നമുക്ക് 3-4 ലക്ഷം രൂപ ചെലവാണ്. രാവിലെ പ്ലാസ്റ്റിക് ചെപ്പുകളുമായി ഇറങ്ങുന്ന സേവ്യറിന് പാതിരായ്ക്ക് പോലും വീട്ടിലെത്താനാവുന്നില്ല എന്ന പരാതിയാണ്. ഒപ്പം പാമ്പിനെ പിടികൂടുന്നത് വരെ മാത്രമേ ആളുകൾക്ക് ആവേശമുള്ളൂവെന്നും പിടികൂടാൻ വേണ്ടി വന്ന ഓട്ടോറിക്ഷ വാടക നൽകാൻ പലരും വിമുഖത കാണിക്കുന്നുവെന്നും സേവ്യർ പറഞ്ഞു. കഴിഞ്ഞ ദിവസം ചീയാരം, കുരിയച്ചിറ, വടൂക്കര, വല്ലച്ചിറ, വെങ്ങണിശ്ശേരി, പള്ളിമൂല, അഞ്ചേരി തുടങ്ങിയ സ്ഥലങ്ങളിൽ നിന്നായി പിടികൂടിയ പാമ്പുകളെയാണ് ACV ന്യൂസിനായി സേവ്യർ പ്രദർശിപ്പിച്ചത്. അടുത്ത ദിവസം രാത്രിയിൽ വനം വകുപ്പ് ഉദ്യോഗസ്ഥർക്കൊപ്പം പോയി ഇവയെ വനമേഖലയിൽ തുറന്നുവിടും.